ഈ ബൈഡൻ്റെ കാലം മുതൽ അമേരിക്ക താളം തെറ്റിക്കിടക്കുകയാണ്. അതിനെ ഒന്ന് നേരെയാക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ ട്രംപിനെ കയറ്റിവിട്ടത്. അതിലെ കൂനിന്മേൽ കുരുവായതുപോലെ അത് അതിനേക്കാളും വഴിതെറ്റി. ട്രംപിൻ്റെ വഴിയിലൂടെ പോകുന്നു, രാജ്യം വേറൊരു വഴിയിലൂടെ. ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് ഏത് രാഷ്ട്രത്തിനായാലും ടൂറിസമാണ്. ആ ടൂറിസം അമേരിക്കയിൽ കുത്തനെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ കാരണം? സർ, അതിൻ്റെ കാരണം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ അമേരിക്കയിലെ മാറി മാറി വന്ന സർക്കാരുകളുടെ വികലമായ നയങ്ങൾ തന്നെയാണ്. പക്ഷെ അതിനെ ഇപ്പോൾ കാണുന്ന ഒരു തകർച്ചയിലേക്ക് എത്തിച്ചതിൽ ട്രംപിന് വലിയ പങ്കുണ്ട്, ചെറുതല്ലാത്ത പങ്കുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ ടൂറിസം മേഖല ഇപ്പോൾ എന്താ അവിടുത്തെ അവസ്ഥയെന്ന് നമ്മൾ അറിയണമല്ലോ. ഈ ടൂറിസം രംഗത്തെ വിദഗ്ധർ നടത്തിയ പഠനങ്ങൾക്കൊടുവിൽ അവർ പറയുന്നത് ഈ വർഷം അവസാനം, ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ ഈ ടൂറിസം മേഖലയിൽ ഉണ്ടാകുന്ന നഷ്ടം 12.5 ബില്യൺ ഡോളറാണ്. അതിൻ്റെ സാധ്യത അത്രയുണ്ട്. 12.5 ബില്യൺ ഡോളർ US ഗവൺമെൻറ്റിലേക്ക് അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് വരേണ്ട 12.5 ബില്യൺ ഡോളർ അവർക്ക് നഷ്ടപ്പെടും എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. ഒരു പ്രവചനമാണ്. ഇത് മാത്രമല്ല, അവർ പറയുന്നു 2019 മുതൽ ഈ തകർച്ച ഇപ്പോൾ പെട്ടെന്നുണ്ടായതല്ല, പക്ഷെ പെട്ടെന്ന് അതിനൊരു ആക്കം കൂടിയിട്ടുണ്ട്. 2019 മുതൽ ഇത് തകരുകയാണ്. ഏതാണ്ട് ഈ ടൂറിസം രംഗവുമായി ബന്ധപ്പെട്ട് 4000 തൊഴിലുകൾ നഷ്ടപ്പെട്ടു, കുറഞ്ഞു. 4000 തൊഴിലുകളാണ് പോയിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസങ്ങളിൽ അവർ കണക്കെടുക്കുമ്പോൾ പിന്നെ ജൂലൈയിൽ ഈ ഹോട്ടൽ ഒക്യുപ്പൻസി, ഹോട്ടൽ ബുക്ക് ചെയ്ത് റൂം ബുക്ക് ചെയ്ത് ആൾക്കാർ താമസിക്കാൻ വരുമല്ലോ, അങ്ങനത്തെ ഹോട്ടൽ ഒക്യുപ്പൻസി നോക്കുമ്പോൾ അത് 66.7% കുറഞ്ഞിരിക്കുന്നത്. ഇത് ഓരോ പ്രവിശ്യ തിരിച്ചുണ്ട് കേട്ടോ കണക്ക്. ലോസ് ആഞ്ചൽസിൽ എത്ര, വാഷിങ്ടൺ DC എത്ര, ന്യൂയോർക്കിൽ എത്ര, ഫിലാഡൽഫിയയിൽ എത്ര, ഇങ്ങനെ കൃത്യമായിട്ട് ഈ പ്രവിശ്യകൾ തിരിച്ചു തന്നെ അവർ കണക്ക് പറയുന്നുണ്ട്. അതുപോലെ ഈ ഹോട്ടൽ ഒക്യുപ്പൻസി ഒക്കെ കുറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 15% കുറഞ്ഞത്. അപ്പോൾ നേരത്തെ ഒരു 80% മേളിൽ ഈ റൂംസ് ഈ പറഞ്ഞതുപോലെ ടൂറിസം രംഗത്ത് വിനോദസഞ്ചാരികൾ ഒക്യുപ്പൈ ചെയ്യുമെങ്കിൽ അവിടുന്ന് 15% കുറഞ്ഞ് അത് 66% എത്തി നിൽക്കുക. വിമാന സർവീസുകൾ തന്നെ റദ്ദ് ചെയ്തു. വിമാന സർവീസുകൾ രണ്ടാമത്തത് ഏതാണ്ട് 250 വിമാനങ്ങൾ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. വിമാന സർവീസുകൾ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അല്ല, ടൂറിസത്തിലെ ഒരു പ്രധാന കണ്ണിയാണ്. 250 സർവീസുകൾ ഒരു വർഷം വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. ഇനി ഇത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, യൂറോപ്യന്മാർ ധാരാളമായിട്ട് വരുമായിരുന്നു. അവരുടെ വരവ് വളരെ കുറഞ്ഞു. ഈ ലോസ് ആഞ്ചൽസിൽ ഡിസ്നി വേൾഡ് കാണാൻ വേണ്ടിയിട്ട് വലിയ തിരക്കാണ് എപ്പോഴും. അവിടെ ഇപ്പോൾ 25 മുതൽ 30% വരെ ആൾക്കാരുടെ വരവ് കുറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ സർവ്വ മേഖലകളിലും ഈ അമേരിക്ക ഒരു ടൂറിസം രംഗത്ത് വളരെ പിന്നിലേക്ക് പോയിരിക്കുന്നു. നമുക്കറിയാം ഈ ജപ്പാൻകാർ യൂറോപ്യൻസ് ഒക്കെയാണ് അവിടെ ഏറ്റവും കൂടുതൽ ചെല്ലുന്നത്. അപ്പോൾ ഈ ജപ്പാൻകാർ എവിടെ പോയാലും ജാപ്പനീസ് ഡിഷ് ഉണ്ടെങ്കിൽ അവർ ചാടി വീഴും. ജപ്പാൻ ഭക്ഷണം അവരെവിടെ പോയാലും കഴിക്കാൻ അവരതിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ചൈനക്കാർ ചൈനീസ് ഡിഷ്, ഇപ്പം നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ ഹോട്ടലുകളിലെല്ലാം ചൈനീസ് ഡിഷ് പിന്നെ ജാപ്പനീസ് ഡിഷ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുന്ന സ്ഥലങ്ങളിൽ അവർ ധാരാളമായിട്ട് കയറും. അപ്പോൾ അങ്ങനെ അമേരിക്കയിൽ നിരവധി ഈ ജാപ്പനീസ് ഹോട്ടലുകളുണ്ട്, റെസ്റ്റോറൻറ്റുകളുണ്ട്. ആ റെസ്റ്റോറൻറ്റുകളെ കേന്ദ്രീകരിച്ച് ഒരു പഠനം നടത്തിയപ്പോൾ നേരത്തെയൊക്കെ അവിടെ പെർ ഡേ 200 ജാപ്പനീസ് പൗരന്മാർ ജപ്പാൻകാർ വരുമായിരുന്നെങ്കിൽ ഇപ്പോൾ കഷ്ടിച്ച് 30 പേരെ ഒരു ദിവസം കിട്ടിയാലായി. അപ്പോൾ എന്തുമാത്രം തിരിച്ചടി അമേരിക്കയ്ക്ക് കിട്ടി എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സാറിന് ട്രംപ് ഒരു നല്ല കച്ചവടക്കാരനായതുകൊണ്ട് ഈ ടൂറിസത്തിൽ നിന്നല്ലേ കൂടുതൽ വരുമാനം വരുന്നു. അതിലേക്ക് ഞാൻ വരുന്നു. ട്രംപിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ പറഞ്ഞു തരാം, 1-2 ഇത് സാറേ, ജർമ്മനി, ബ്രിട്ടൻ, ഫ്രാൻസ്, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അവരുടെ പൗരന്മാരോട് വിനോദസഞ്ചാരത്തിന് നിങ്ങൾ അമേരിക്കയിലേക്ക് പോവുകയാണെങ്കിൽ
നിങ്ങളുടെ സ്വന്തം റിസ്കിൽ പോയിക്കൊള്ളണം. നമ്മൾക്ക് ഒരു അഷ്വറൻസും അവിടെ തരാൻ പറ്റില്ല. നിങ്ങൾക്ക് അവിടെ ചെന്നിറങ്ങിയാൽ ഒരു പക്ഷേ വിമാനത്താവളത്തിൽ തന്നെ നിങ്ങൾ തടഞ്ഞു വയ്ക്കപ്പെടാം. അവിടെ കടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. നിങ്ങളെ ചിലപ്പം ജയിലിലാകും. അമേരിക്കയിലേക്ക് പോകുന്നു സൂക്ഷിച്ചാണ്. കാരണം അവിടുത്തെ പരിഷ്കാരങ്ങൾ അത്രയാണ്. സാറേ, ഏറ്റവും പുതിയ ട്രംപിൻ്റെ ഏറ്റവും തലതിരിഞ്ഞൊരു പരിഷ്കാരം ഞാൻ പറയാം. വിനോദസഞ്ചാരത്തിന് വേണ്ടി അവിടെ വരുന്ന ടൂറിസം വിസ നേടി അങ്ങോട്ട് വരുന്ന ഒരാളിന് അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ $250 ഫീസ് കൊടുക്കണം. പിന്നെ ആരെങ്കിലും ഈ പറഞ്ഞതുപോലെ അവിടെ പെട്ടിയും കിടക്കെ എടുത്ത് വിനോദസഞ്ചാരത്തിന് പോകും? ഇവിടെ ഇന്ത്യയിലേക്ക് ടൂറിസം വിസ തേടി വരുന്ന സായിപ്പന്മാരുടെ അടുത്തും യൂറോപ്യൻസിൻ്റെ അടുത്തും ഒക്കെ ചോദിച്ചു നോക്കൂ, അവർക്കൊന്നും അങ്ങനത്തെ ഒരു ഫീസ് ഇല്ല. അപ്പോൾ ഈ ഉണ്ടെങ്കിൽ തന്നെ നാമമാത്രമായ ഫീസുകളായിരിക്കും വെക്കുന്നത്. ഇവിടെ നമ്മൾ ഇപ്പോൾ കുംഭമേള നടന്നു സാറേ, എത്ര കോടി ആൾക്കാർ അവിടെ വന്നിട്ട് പോയെ അല്ലേ? അത് വിദേശികൾ തന്നെ എത്ര ലക്ഷങ്ങൾ അവിടെ വന്നു. അത് യുപിക്ക് ഉണ്ടാക്കിയ ഒരു വരുമാനം. അതെ, വളരെ വലുതല്ലേ. നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ $250 ഫീസ് വെച്ചിരിക്കുക. ട്രംപിൻ്റെ ഭരണപരിഷ്കാരമുണ്ട്. അതുപോലെ ഈ യൂറോപ്യൻസും ജപ്പാൻകാരും ഒക്കെ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ അവിടെ പോയാൽ നിങ്ങളുടെ റിസ്ക്, നിങ്ങൾ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ പിന്നെ കിടന്ന് നിലവിളിക്കരുത്, ഞങ്ങളടുത്ത് സഹായം ചോദിക്കരുത്, തരുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ 100 ഏടാകൂടങ്ങൾ ഒപ്പിച്ചിരിക്കുകയാണ് ട്രംപ്. അപ്പോൾ അവരവിടുത്തെ വിദഗ്ധർ പറയുകയാണ്, വിനോദസഞ്ചാര മേഖലയിൽ ജോലി ചെയ്യുന്ന വിദഗ്ധർ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവർ പറയുകയാണ്, അതിൻ്റെ പണ്ഡിതന്മാരും ബുദ്ധിജീവികളും പറയുകയാണ്, ഈ ട്രംപ് വന്നപ്പോൾ വിനോദസഞ്ചാരത്തിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും, അവിടെ ഈ വിനോദസഞ്ചാരികളെ കൂടുതലായിട്ട് ആകർഷിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെയാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ ജനങ്ങളെ വെറുപ്പിക്കുന്ന, വിനോദസഞ്ചാരികളെ നാട് കാണാൻ വരുന്ന, മാനസികോല്ലാസത്തിന് വരുന്ന വിനോദസഞ്ചാരികളെ വെറുപ്പിക്കുന്ന നയമാണ് ട്രംപ് അവിടെ സ്വീകരിച്ചിരിക്കുന്നത്. $250 വിസ ഫീ വയ്ക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ എന്താണ് ട്രംപിൻ്റെ ഉദ്ദേശം സാറേ. അതുപോലെ ഈ പറഞ്ഞ എല്ലാ മേഖലയിലും വിമാന സർവീസ് മാത്രമല്ല, ഈ നേരത്തെ പറഞ്ഞ ഡിസ്നി വേൾഡിലെ ബുക്കിംഗ് അത് 38% കുറഞ്ഞു എന്നാണ് പറയുന്നത്. ഈ 25 മുതൽ 30% വരെ സഞ്ചാരികളുടെ ഒഴുക്ക് അങ്ങോട്ടുണ്ടായിരുന്നതിൽ കുറവ് വന്നിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ ബുക്കിംഗ് ഉണ്ട്. ഡിസ്നി വേൾഡ് കാണാൻ വേണ്ടി നേരത്തെ ബുക്ക് ചെയ്യുക. ആ ബുക്കിംഗ് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നത് 38% കുറഞ്ഞിരിക്കുക. ഇത് ചെറിയ കാര്യമല്ല. അമേരിക്കയുടെ നടുവൊടിക്കുന്ന പരിഷ്കാരങ്ങളാണ്, തലതിരിഞ്ഞ പരിഷ്കാരങ്ങളാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. അത് അമേരിക്കയിൽ തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികൾ വലിയ രീതിയിൽ ഈ വിഷയങ്ങളെ ഉയർത്തി കാണിക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ടൂറിസം മേഖല, ഇതുപോലെ പല മേഖലകളിലുണ്ട്. ഈ ഓരോ മേഖലയിലെയും വീഴ്ചകളും പരാജയങ്ങളും വാർത്തയാകുന്നേയില്ല, മാധ്യമങ്ങൾ മിണ്ടുന്നില്ല. അപ്പം ഫലത്തിൽ അമേരിക്ക സാമ്പത്തികമായി കൂപ്പുകുത്തും, വളരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ ഈ വലിയ എക്കോണമിയാണ്, 30 ട്രില്യൺ ആണ് GDP എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ആ വലിയ എക്കോണമി തന്നെ ഒന്ന് വീണാൽ, വളരെ ഉയരത്തിൽ നിന്നുള്ള വീഴ്ച വലിയ ആഘാതം ഉണ്ടാക്കും അല്ലേ? അതാണ് അമേരിക്കയ്ക്ക് സംഭവിക്കുന്നത്. അമേരിക്ക ഇതിനെക്കുറിച്ച് ട്രംപും ഈ പറയുന്ന രാഷ്ട്രീയക്കാരും ഒക്കെ എത്ര ബോധവാന്മാരാണ് എന്ന് അറിഞ്ഞുകൂടാ. അവർ പറയുന്നു, അവിടെയുള്ളവർ പറയുന്നു, ഇവർ വെറും ഈ തറ രാഷ്ട്രീയമാണ് കളിക്കുന്നത്. അത് ബൈഡനും അതെ, ട്രംപും അതെ. ഈ തറ രാഷ്ട്രീയം കളിച്ച് അമേരിക്കയെ നശിപ്പിക്കുകയാണ് ഇവർ എന്നാണ് അവിടെ പൊതുവെ വിദഗ്ധന്മാർ, ഈ രംഗത്തെ വിദഗ്ധന്മാർ, സാമ്പത്തിക വിദഗ്ധരടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ്. നമ്മൾ ഒരു രാജ്യം വികസിച്ച് നല്ല രീതിയിൽ സുസ്ഥിരമായ വികസനം അവിടെ ഉണ്ട് എന്ന് അറിയുന്നത് വിനോദസഞ്ചാരികൾ വന്നു പോകുമ്പോഴാണ്. അവർക്ക് വളരെ കൂളായിട്ട് വരുന്നു, അവർക്ക് ഒരു പ്രശ്നവുമില്ല, അവിടെ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഇല്ല, അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവർക്ക് നേരെയുള്ള അറ്റാക്കുകളില്ല, ഒന്നുമില്ല. നല്ല റോഡ്, നല്ല ജലഗതാഗതം, നല്ല എയർ ട്രാഫിക്, നല്ല റെയിൽവേ, നല്ല വൃത്തിയുള്ള നാട്, വളരെ സുന്ദരമായ, വളരെ ആതിഥ്യ മര്യാദയുള്ള ജനങ്ങൾ, നല്ല ഭക്ഷണം, അവരെ വളരെ, നമ്മൾ പറയാറുണ്ടല്ലോ, അതിഥി ദേവോ ഭവ എന്നാണ്, അതിഥികൾ ദേവന്മാരാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്വീകരണം,
ഒക്കെ അവർക്ക് കിട്ടുമ്പോൾ അവർ ആ നാടിനെ കുറിച്ച് പുറത്തെല്ലാം പോയി പറയുന്നത് എന്താണ്? ഇന്ത്യ ഈസ് എ വെരി ഗുഡ് കൺട്രി, ഞങ്ങൾക്ക് സ്വന്തം നാട്ടിൽ കഴിഞ്ഞതുപോലെയാണ് ഞങ്ങൾ അവിടെ 10 ദിവസം കഴിഞ്ഞത് എന്ന് പറയിപ്പിക്കുന്ന ഒരു സംസ്കാരം ഇന്നിപ്പോൾ അമേരിക്കയിൽ ഇല്ല എന്നാണ്. അവിടെ ഈ പറഞ്ഞ പോലെ സർക്കാർ ഉൾപ്പെടെ വരുന്ന വിനോദസഞ്ചാരികളെ കൊള്ളയടിക്കാനിരിക്കുകയാണ്, പിടിച്ചു പറിക്കാനിരിക്കുകയാണ്. ഇതാണ് അമേരിക്കയിലെ അവസ്ഥ. അപ്പോൾ ഇതെങ്ങനെ ശരിയാകും എന്ന് ചോദിച്ചാൽ അവർക്ക് പെട്ടെന്നൊരു ഉത്തരം പറയാനാകുന്നില്ല. എന്തായാലും ട്രംപ് ഗവൺമെൻറ് സ്വീകരിച്ച വിനോദസഞ്ചാര നയം വളരെ പിഴവുകൾ നിറഞ്ഞതാണ്, തെറ്റുകുറ്റങ്ങൾ നിറഞ്ഞതാണ്. അതൊരു തരത്തിലും അമേരിക്കയ്ക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ പര്യാപ്തമല്ല എന്നാണ് അവരുടെ വിലയിരുത്തൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.